അനശ്വരയെ പറ്റിയും കൂടെ ഞാൻ ചോദിക്കണോ? അനശ്വരി ഇതുപോലെ ചെയ്യാത്തത് കഴിയില്ലാത്തോണ്ടാണ്. അടുത്ത അപമാൻ സ്റ്റാറാക്കി ഒരു കാര്യമില്ല. പറ്റി ചോദിച്ചു, അനശ്വരയെ പറ്റിയും കൂടെ ജോഫിന്റെ പടത്തിലാണ്. അനശ്വരയെ പറ്റി 2 വാക്ക്. എന്നോടല്ല, ബാക്കിയുള്ളവരോട് ചോദിക്കണോ? ഓക്കെ ശരി. അങ്ങനെയല്ല, ബേസിലാറ്റിനെ പറ്റി നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അനശ്വരയെ പറ്റി എനിക്ക് തന്ന പോലെ ഒരു ഇൻട്രോ അനശ്വരയെ പറ്റി പറഞ്ഞു നിർത്തൂ എന്നാണ്. മലയാള സിനിമയിൽ മലയാള സിനിമയിൽ വളരെ പ്രതീക്ഷയുള്ള ഒരുപാട് നടിമാർ ഉണ്ടെങ്കിൽ പോലും അവരുടെ കാലിബർ അല്ലെങ്കിൽ അവരുടെ വേഴ്സിറ്റാലിറ്റി പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ പറയണോ? പഠിച്ചിട്ട് വരുന്നല്ല, ഞാൻ പഠിച്ചിട്ട് വരാന്ന് വിചാരിച്ചേ. ഇത് മറ്റേ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു, ട്രെയിൻ നമ്പർ മാത്രം മാറ്റുന്ന അങ്ങനത്തെ ഒരു ഐറ്റം ആണിത്. ഇതിപ്പോ ഇന്ന് അനശ്വര പൃഥ്വിരാജ്, നാളെ ആകുമ്പോ ദുൽഖർ സൽമാൻ, നിഖില, അങ്ങനെ ആര് വേണം റെഡി. വെഡിങ് കാർഡില് ഇത് ഈ OMA നിങ്ങളെ ഇന്ന് തെരഞ്ഞെടുത്തിരിക്കല്ലേ, നിങ്ങളെ 2 പേരും? അതിനൊരു സെലക്ഷൻ പ്രോസസ് ഉണ്ടോ? ആരായിരിക്കും ഇതിന് ഏറ്റവും പറ്റിയത്? അങ്ങനൊരു ഇല്ല. ഓക്കെ, നിങ്ങൾ തന്നെ തീരുമാനിക്കും. തിരിച്ചറിവില്ല, നല്ല തിരിച്ചറിവുണ്ട്. യോഗി ബാബുവിനെ കുറിച്ചിട്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ മലയാളം ഡെബ്യൂയാണ്, എങ്ങനെയാ ശരിക്കും അദ്ദേഹം സിനിമയിൽ? അല്ല, ഇതിലൊരു തമിഴ് കഥാപാത്രം ഈ സ്ക്രിപ്റ്റിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. വിപിൻ ആണ്, ഓഫ്കോഴ്സ് വിപിനും ദീപും ചേർന്നെടുത്ത തീരുമാനമായിരിക്കും. വിപിനാണ് ആദ്യമായിട്ട് ആ കഥാപാത്രം യോഗി ബാബു ചെയ്താൽ നന്നാകും എന്ന് പറയുന്നത്. അപ്പോൾ യോഗി ബാബു വളരെ തിരക്കുള്ളൊരു നടനാണ്. പക്ഷേ ഒരു സംവിധായകൻ അങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ നിർമ്മാതാവെന്ന നിലയ്ക്ക് അത് ട്രൈ ചെയ്യണമല്ലോ നമ്മൾ, അങ്ങനെ ഒരു ആക്ടറെ. പക്ഷേ യോഗി ബാബുവിനോട് ഇങ്ങനൊരു സിനിമയെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ജയ 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 ഹേ കണ്ടതാണ്, പൃഥ്വിരാജിനെ എനിക്കറിയാം, അങ്ങനെ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം വന്ന് ചെയ്യുകയും കംപ്ലീറ്റ്ലി നമ്മളുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ട് ആ വേഷം ചെയ്തിട്ട് പോയത്. ഒരു റീകോൾ വാല്യൂ ഉള്ള ഒരു ആക്ടർ ചെയ്താൽ നന്നാകുന്ന വേഷമാണ്. ആൻഡ് ഓൾസോ സിനിമയുടെ 2ാം പകുതിയിൽ നിർണായക ഘട്ടത്തിൽ ഈ പ്ലോട്ടിൽ ഒരു വലിയ കാര്യം ചെയ്യുന്നൊരു ക്യാരക്ടറും കൂടിയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും ആ കഥാപാത്രം, ശരവണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്, ഈ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ അങ്ങനെ ഒരുപാട് ടഫായിട്ട് അല്ലെങ്കിൽ ഈ അരിപെറുക്കിയ സീൻ അങ്ങനെ ഓർമ്മയുള്ളൊരു സീനുണ്ടോ? ഇല്ല, നമ്മളങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ പെറുക്കാത്തൊരു സീൻ പറ. അല്ല, എല്ലാം നന്നായിട്ട് ചെയ്ത് നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല.